ഞാനും ദേവസ്വം ബോർഡ് ജീവനക്കാരനാണ് പഴയ. എൻ്റെ അവാർഡ് ദേവസ്വം ബോർഡിൻ്റെ ഇവിടെ കഷ്ടപ്പെടുന്ന എത്രയോ എൻ്റെ അനിയന്മാരുണ്ട്, ഏട്ടന്മാരുണ്ട്. അവർക്കെല്ലാമായിട്ട് ഞാൻ വീതിക്കുന്നു. ഞാൻ ഒരു പകുതി തളർന്നിട്ടുണ്ടെങ്കിലും എൻ്റെ പകുതി ഭാഗം കൊണ്ട് മാത്രം ജീവിക്കാൻ എനിക്ക് കഴിയും എന്ന് തെളിയിക്കുന്ന ഒരാളാണ്. അത്രയേ ഉള്ളൂ. ഭഗവാന്റെ മുമ്പിൽ മിനിസ്റ്റർ എന്നോട് ഇങ്ങനെ അവാർഡിനെ പറ്റി പറഞ്ഞപ്പോൾ സ്വീകരിക്കാൻ പറ്റുമോ, പിന്നെ സന്നിധാനത്ത് എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പറ്റും എന്ന് ഞാൻ പറഞ്ഞു. പറ്റുമെന്ന് പറയാൻ കാരണം എൻ്റെ ആത്മവിശ്വാസം മാത്രമാണ്, അല്ലാതെ എനിക്ക് കഴിയുന്നതായിട്ടിരുന്നല്ല. ആ ആത്മവിശ്വാസം ഭഗവാൻ അത് നേടിത്തന്നു എന്നുള്ളതാണ് കാര്യം. ഞാൻ എഴുതിയ പാടിയ എത്രയോ ഗാനങ്ങളുണ്ട് അയ്യപ്പൻ പാട്ടുകൾ. ഇപ്പോഴെനിക്ക് പാടാൻ വയ്യ. പക്ഷേ ഇതൊന്നുമല്ല ഞാൻ പുരസ്കാരത്തിന് യോഗ്യനായിട്ടുള്ള ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, ഞാൻ എടപ്പഴിഞ്ഞിലുള്ള പാങ്ങോട് ശാസ്താംകോവിലിൽ ഒരു 7 വർഷം ശാന്തി കഴിച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു നീർച്ചാലുണ്ട്. എൻ്റെ പേര് പുഴ എന്നാണെങ്കിലും അതിൻ്റെ കരയിൽ താമസിക്കുന്ന പുലയ സമുദായ അംഗങ്ങളായ പാവപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. അവിടെ മറ്റുള്ള ഉയർന്ന ജാതിക്കാരുള്ള ധാരാളം ആൾക്കാരുണ്ട്. ഒക്കെ നല്ല മനുഷ്യരാണ്. അവർക്ക് ആർക്കും ജാതി ചിന്തയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പക്ഷേ അതിന് മുൻകൈ എടുക്കാൻ ഞാൻ ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നി. ഞാൻ ആ താഴ്ന്ന സമുദായ അംഗങ്ങളെന്ന് പറയുന്ന അവരുടെ വീടുകളിലൊക്കെ ഞാൻ പോയി ശാന്തിക്കാരൻ നിലക്ക് എൻ്റെ കടമ ഞാൻ നിർവഹിച്ചു. അവിടെയൊക്കെ പൂജയ്ക്ക് പോവും, ഞാൻ അവരെയൊക്കെ കാണാൻ പോവും, അവരായിട്ട് സംസാരിക്കും. ഞാനും അവർ ഒരുപോലെയാണ്, അയ്യപ്പൻ്റെ മുമ്പിൽ ഞങ്ങളൊക്കെ ഒരുപോലെയാണ് എന്ന് ഞാൻ അവരോട് പറയും. അത് വലിയൊരു 7 കൊല്ലം കൊണ്ട് അവിടെ വലിയൊരു പരിവർത്തനം ഉണ്ടാക്കി. ഈ സമുദായങ്ങൾ തമ്മിലുള്ളൊരു സൗഹാർദ്ദത്തിന് എൻ്റെ വാക്കുകൾ പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു പ്രവൃത്തി എന്നെ ഈ അയ്യപ്പൻ്റെ പുരസ്കാരത്തിന് അർഹനാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഒരു കാര്യം, ഞാൻ പൂഞ്ഞാറിൽ ശാന്തിയിരിക്കുന്ന കാലത്ത് അവിടെ ഞാൻ ആദ്യം ചെയ്തത് ദക്ഷിണയും ശമ്പളവും വേണ്ടാന്ന് നിൽക്കലാണ്. ഒരാളോട് ഞാൻ ദക്ഷിണ വാങ്ങിക്കില്ല, ശമ്പളവും വാങ്ങിക്കില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി ഞാൻ ആ നാട്ടിലെ ഏറ്റവും സ്വീകാര്യനായ ആളായി മാറി. ആ ഗ്രാമത്തിൻ്റെ, ഞാൻ പറയുന്ന പോലെ ആ ഗ്രാമത്തിലെ ഭക്തന്മാർ മുഴുവൻ അനുസരിക്കാൻ തുടങ്ങി. അമ്പലം പ്രസിദ്ധിയായി. ഇപ്പോഴും ആ അമ്പലം വളരെ ഗംഭീരമായിട്ട് മാറി. അതേപോലെ അവിടുത്തെ ഭക്തന്മാരായിട്ടുള്ള വേല സമുദായക്കാരായിട്ടുള്ള പാട്ടുകാരുണ്ട് താഴെ. അവിടുത്തെ അവരുടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ആ അമ്പലത്തിൽ ഞാൻ ഇവിടുന്ന് പൂജ കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകും. ഞാൻ അവരുടെ കൂടെ പാടാൻ പോകും. ഇതൊക്കെ സാംസ്കാരിക രംഗത്ത് വലിയ പരിവർത്തനം ഉണ്ടാക്കി. അതുപോലെ എനിക്ക് രാവിലെ അവിടുത്തെ നിവേദ്യ ചോറ് എനിക്ക് കഴിക്കാനുള്ള ചോറായിരുന്നു. ഞാൻ എന്ത് ചോദിച്ചാൽ അവിടെ റോഡ് സൈഡാണ്. ആ റോഡ് സൈഡിൽ പോയി നിൽക്കുകയും റോഡിലേക്കൂടെ പാവപ്പെട്ട ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ അവരെ നിർത്തിയിട്ട് അവരെ ക്ഷണിച്ചു കൊണ്ടുവന്ന് ഞാൻ ഇല വെച്ച് അവർക്ക് വിളമ്പി കൊടുക്കും. ഈ ചോറ്, എൻ്റെ ചോറ് എല്ലാ ദിവസവും ഞാൻ മറ്റുള്ളവർക്ക് ഭക്ഷണത്തിന് കൊടുക്കും. ഞാൻ എനിക്ക് ഭക്ഷണം അവിടെ കോവിലകത്ത് കിട്ടാറുണ്ട്. എനിക്ക് ആ ഭക്ഷണത്തിൻ്റെ ആവശ്യം നിർബന്ധമില്ല. പക്ഷേ വിശന്നിട്ട് എത്രയോ ആൾക്കാർക്ക് ഞാൻ ദിവസവും ഭക്ഷണം കൊടുത്തു. അത് മഹാപുണ്യമായിട്ട് ഞാൻ കരുതുന്നു. അയ്യപ്പൻ്റെ അടുത്ത് ഞാൻ എത്രയോ വർഷം വന്നിട്ടുള്ള ആ പുണ്യങ്ങളെക്കാൾ മഹാപുണ്യമായിട്ട് ഭഗവാൻ കരുതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞാൻ ഇന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ദർശനം എന്ന് പറയുന്നത് ഒരു മഹാദർശനമാണ്. ഈ മകരവിളക്ക് ദിവസം ആ ഹരിവരാസന പുരസ്കാരത്തിൻ്റെ ജേതാവായിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ ആനയിച്ചുകൊണ്ട് അവരെന്നെ കൂട്ടിക്കൊണ്ടുപോയി ഇവിടുത്തെ മേൽശാന്തിയും തന്ത്രിയും ഒക്കെ വന്ദിച്ച്, അങ്ങനെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ നേടാത്ത അത്രയും വലിയൊരു ദർശന പുണ്യം ഇന്ന് എനിക്ക് കിട്ടി.
പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.